ലാലേട്ടന് ജീവിതത്തിൽ ഇരുട്ടിനോട് ഭയമുണ്ടോ? ഈ സിനിമയിൽ നമുക്ക് ഭയപ്പാട് കാണുന്നു, എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്നു, എന്നിട്ട് പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥനയിൽ പോകുന്നു. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാൾ നമ്മുടെ സിനിമയിൽ ഇരുട്ടല്ല, അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു 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 അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്. അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്. അതെന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, അയാൾക്ക് വെളിച്ചത്തിനെ പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. ഇവിടുന്നാണ് ഒരു ശബ്ദം. ലാലേട്ടൻ റിയൽ ലൈഫിൽ വളരെ നല്ലൊരു ഫാദർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജോർജ് കുട്ടിയിലേക്കും റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. എനിക്കൊരു മകളല്ല ഉള്ള. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ അത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടിനെ കൊണ്ട് നടക്കുകയല്ലേ. ആ ചെറുതിനെ ഈ സിനിമയിൽ പറഞ്ഞത്, ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യവുമാണ്. 2 നോക്കിക്കഴിഞ്ഞാൽ മാമിന്റെ ക്യാരക്ടറിൽ നിന്നാണ് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. കുറെ ട്വിസ്റ്റും കാര്യങ്ങളും മാമിന്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു അബദ്ധത്തിൽ നിന്നാണ്. ഇപ്പം ദൃശ്യം 3ലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയും വേണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ May 21st. അത്രയേ ഉള്ളൂ, അത്രയേ പറയാൻ പറ്റും. അല്ലാതെ വീണ്ടും ഈ ഒരു ടീമിനോടൊപ്പം അഭിനയിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും the full unit, പിന്നെ ആ വീട് എല്ലാം it's like going back to it's like a reunion പോലെ. വളരെ നല്ല, it's a very beautiful feel ആണ് അത്. It's always a pleasure to be as Rani and meet George Kutti and പിള്ളേര് എല്ലാവരും. സാധാരണ ലാലേട്ടന്റെ റെക്കോർഡുകളൊക്കെ ലാലേട്ടത്തിനാണ് പൊട്ടിക്കാറ്. അപ്പോ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ? പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോകുന്നതാണ്. ഇത് നല്ല സിനിമയായിരിക്കും, അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണം എന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊരു ജാതകമുണ്ട്, അതനുസരിച്ച് മനുഷ്യരെ പോലെ അല്ലാതെ എല്ലാം മെടുക്കനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായി പോകും. അപ്പം അതുപോലെ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത് ഒരു 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 മാജിക്കാണ്, ഒരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിൽ ഒരു 300 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് പോകണം, എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സ്പേസ്, യുവർ പേഷ്യൻസ്. താങ്ക് യു ഡോക്ടർ. I think you can go back and continue your fitness. And thank you for our patience. Thank you very much.